ഇനി നേരെ പൊന്നാനിയിലേക്കാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമസ്തയുടെ നേതൃത്വത്തിൽ ചില അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്ന പ്രചാരണത്തിനെതിരെ സമസ്ത നേതൃത്വം രംഗത്ത്. സമസ്തയുടെ പൂർവിക നിലപാടിൽ മാറ്റമില്ല എന്ന ഔദ്യോഗിക വിശദീകരണം നൽകി അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തി. സമസ്തയുടെ പേരിൽ ശബ്ദ സന്ദേശം അയക്കാനും രഹസ്യ പ്രചാരണം നടത്താനും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി. നമ്മളൊക്കെ കാലം വരെ ലീഗുകാരാണ്, ലീഗിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. പക്ഷെ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇത് നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം പെടില്ല. അപ്പൊ സമസ്തക്ക് ഒരു അഭിമാനകരമായ നിലനിൽപ്പുണ്ടാകുന്നതിന് ആവശ്യമായൊരു സംവിധാനം എന്നുള്ളവർക്ക് ഈ ഇലക്ഷനിൽ ഒന്ന് മാറി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അല്ല, നമുക്ക് വോട്ട് അങ്ങനെ ചെയ്തൂടെ? നിങ്ങളെയും കുടുംബത്തിന്റെ രഹസ്യമായിട്ട് ഇടതു സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വോട്ട് തേടിയുള്ള സമസ്ത പ്രവർത്തകരുടെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശമാണ് വിവാദമായത്. പിന്നാലെ ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ അനുകൂലമായോ പ്രതികൂലമായോ പ്രചാരണം നടത്താനോ പ്രവർത്തിക്കാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന മുഖപത്രമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. വ്യക്തിപരമായി വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. പിന്നെ സമസ്തയിലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലും ഒരേ ചിന്താഗതിക്കാരായ ആളുകൾ ധാരാളമുണ്ട് എന്നതാണ് ആ പഴയ നിലപാട് അങ്ങനെ തോന്നാൻ കാരണം. സംഘടനയുടെ പേരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ക്യാമ്പയിൻ നടത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ ആരെയും ഫോൺ വിളിക്കാനോ ആർക്കെങ്കിലും വോട്ട് നൽകാൻ ക്യാമ്പയിൻ ചെയ്യാനോ സമസ്ത കേരള ജമിയത്തുലമയോ അതിന്റെ കീഴ്ഘടകങ്ങളോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രസിഡന്റ് ക്ലാരിഫൈ ചെയ്തല്ലോ. ലീഗ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്ന പേരിൽ പ്രചരിക്കുന്ന ഫോൺ ശബ്ദ സന്ദേശവുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന് SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അൽ ശിഹാബ് തങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മനോരമ ന്യൂസ്, മലപ്പുറം.